സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ നിയുക്ത എം.എൽ.എയും എറണാകുളം DCC പ്രസിഡന്റുമായ മുഹമ്മദ് ഷിയാസ്, കളമശ്ശേരി നിയുക്ത എം.എൽ.എ VV അബ്ദുൽ ഗഫൂർ എന്നിവർ VD സതീശന്റെ വീട്ടിലെത്തി. ആലുവയിലെ വീട്ടിലാണ് നിയുക്ത MLA-മാർ എത്തിയത്. അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, ഈ മുഖ്യമന്ത്രി ചർച്ചകൾ ഇങ്ങനെ തുടരുമ്പോഴും VD സതീശൻ ഇപ്പോഴും നിശബ്ദനാണ്. മാത്രവുമല്ല, അദ്ദേഹത്തെ അനുകൂലിക്കുന്ന MLA-മാരാണ്, ഈ നിയുക്ത MLA-മാരാണ് മുഹമ്മദ് ഷിയാസ് ആണെങ്കിലും അബ്ദുൽ ഗഫൂർ ആണെങ്കിലും. അതായത് പ്രവർത്തകരും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ആ വീട്ടിലേക്ക് ഇപ്പോഴും എത്തുന്നു എന്നാണോ? തീർച്ചയായും ഇവിടെ രാവിലെ മുതൽ തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ആലുവയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് VD സതീശനുള്ളത്. അദ്ദേഹത്തിന് ഇന്ന് പറവൂരിൽ ചില സ്വകാര്യ പരിപാടികളുണ്ട്. പക്ഷേ അത് പോകുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ 11 മണിയായിട്ടും അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ DCC പ്രസിഡന്റും അതുപോലെ തന്നെ നിയുക്ത MLA-യുമായിട്ടുള്ള മുഹമ്മദ് ഷിയാസ്, ഒപ്പം തന്നെ കളമശ്ശേരിയുടെ നിയുക്ത MLA VV അബ്ദുൽ ഗഫൂർ, ഇവർ രണ്ടുപേരും ഇവിടേക്ക് എത്തിയത്. അവരുടെ ഒപ്പം തന്നെ ജില്ലയിലെ വിവിധ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ VD സതീശന്റെ വീട്ടിലേക്ക് എത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇവിടെ VV അബ്ദുൽ ഗഫൂർ അദ്ദേഹം അല്പം മുൻപ് ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ ഇവിടേക്ക് വന്നത് എന്നൊക്കെയോ നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇതൊരു സാധാരണ കൂടിക്കാഴ്ചയാണ് എന്ന് അദ്ദേഹം അല്പം മുൻപ് പ്രതികരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെ വിവിധ നേതാക്കളുണ്ട്. ഇതുവരെ പറവൂരിലെ പരിപാടികളിലേക്ക് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു, സ്വകാര്യ പരിപാടികളായിരുന്നു. അതിലേക്ക് VD സതീശൻ എത്തിയിട്ടില്ല. ഈ വിഷയത്തിൽ VD സതീശൻ ഇതുവരെ പ്രതികരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എന്തായാലും ഇന്ന് ഈ ഒരു തീരുമാനം, ഒരു മുഖ്യമന്ത്രി ആരാകും എന്നുള്ളൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രവർത്തകരൊക്കെ വന്നിരിക്കുന്നത്. ജില്ലയിൽ VD സതീശന് അനുകൂലമായിട്ട് വലിയ തോതിലുള്ള ഒരു പ്രകടനങ്ങളും ഒക്കെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ബെന്നി ബെഹനാൻ അദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞുകൊണ്ട് പ്രവർത്തകർ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പിന്തുണ VD സതീശന് ജില്ലയിൽ നിന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനോട് ഏറെ അടുപ്പമുള്ള നിയുക്ത MLA-മാർ അദ്ദേഹത്തെ കാണാനൊക്കെ എത്തുന്നു. എന്തായാലും ആരാകും മുഖ്യമന്ത്രി എന്നുള്ള ഒരു ചർച്ചകൾ പുരോഗമിക്കുന്നു. അതിന്റെ ഒരു ഉദ്വേഗം എല്ലാവർക്കും ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രവർത്തകർ ഇത്രയധികം അദ്ദേഹത്തിന്റെ ആലുവയിലെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ലിജിൻ, ശരി. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആര് എന്നതിൽ കോൺഗ്രസിനുള്ളിൽ ശക്തമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോഴാണ് VD സതീശന്റെ വീട്ടിലേക്ക് നിയുക്ത MLA-മാരായ മുഹമ്മദ് ഷിയാസും അതോടൊപ്പം തന്നെ VV അബ്ദുൽ ഗഫൂറും എത്തിയിരിക്കുന്നത്. പക്ഷേ സതീശൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. AT അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്.